എണ്ണ ആരോഗ്യത്തിന് നല്ലതാണോ? ഒരുപാട് പേര് ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ എന്നോട് ചോദിക്കാനുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ തേങ്ങ എണ്ണയെ പറ്റി പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഓർമ്മ വരുന്ന വേറൊരൊന്നാണ് കൊളസ്ട്രോൾ. അപ്പോൾ എന്താണ് ഈ കൊളസ്ട്രോൾ എന്ന് വെച്ചാൽ? കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമാണോ? കൊളസ്ട്രോൾ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? അപ്പം കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നമ്മുടെ ലിവർ ഉൽപ്പാദിപ്പിക്കുന്ന ഒന്നാണ്. അപ്പോൾ എന്തിനാണ് ലിവർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? അത് നമ്മൾക്ക് ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അത് നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നു. അപ്പോൾ എന്തിനാണ് അത് സ്റ്റോർ ചെയ്യപ്പെടുന്നത്? കൊളസ്ട്രോൾ ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താണ് ശരിക്കും പറഞ്ഞാൽ? അപ്പോൾ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ആയുർവേദ വിധി പ്രകാരമാണെങ്കിൽ നമ്മൾ പറയും അതിലൊരു സ്നേഹാംശം എന്ന് പറയും, അതായത് എണ്ണമയമുള്ളൊരു അംശമുണ്ട്. പക്ഷേ ഈ എണ്ണമയം ഇല്ലാതെ നമ്മുടെ ശരീരത്തിൽ ഓരോ ഓർഗൻസിനും നിലനിൽക്കാനാവത്തില്ല. നമ്മുടെ സെൽസിന് വേണം, നമ്മുടെ മൈറ്റോകോൺഡ്രിയയ്ക്ക് വേണം, നമ്മുടെ തൊലിയുടെ ആരോഗ്യം, അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ ആരോഗ്യം, നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും എല്ലാ ജോയിൻറ്റിനും വേണ്ടത് ഈ ഒരു ഫാറ്റാണ്. അപ്പോൾ എല്ലാം നമുക്ക് ആവശ്യത്തിന് വേണം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൊളസ്ട്രോൾ ഉണ്ടെങ്കിലാണ്. ഗുഡ് കൊളസ്ട്രോളാണ് ഇതെല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം അത് മാത്രമല്ല, നമ്മുടെ വിറ്റാമിൻസിൻ്റെ അബ്സോർപ്ഷൻ, വിറ്റാമിൻ എ, ഡി, ഇ, കെ, ഇതിൻ്റെ എല്ലാ അബ്സോർപ്ഷൻ നടക്കുന്നത് ഏത് വഴിയാണ്? നമുക്ക് കൊളസ്ട്രോൾ വഴിയാണ്. അപ്പം ഇനി വേറൊരു ചോദ്യം ചോദിക്കാം. എല്ലാവർക്കും എണ്ണയിൽ വറുത്ത ഫുഡാണോ അതുപോലെ തന്നെ കറി വെച്ച ഫുഡാണോ ഇഷ്ടം? എണ്ണയിൽ വറുത്ത ഫുഡാണ് ഇഷ്ടം. എന്തുകൊണ്ടാണ് എണ്ണയിൽ വറുത്ത ഫുഡ് ഇഷ്ടം? ഒന്ന്, നമ്മളുടെ ഒരു ആയുർവേദ വിധി പ്രകാരം പറയാനുണ്ട്, നമുക്ക് 6 രസങ്ങളാണ് ആഹാരത്തിലുള്ളത്: മധുരം, പുളി, ഉപ്പ്, എരിവ്, കയ്പ്പ്, ചവർപ്പ്, അല്ലേ? അപ്പോൾ ഇതിൽ നമുക്ക് മധുരത്തിൻ്റെ ഇതിനോട് തന്നെ നമുക്ക് കോറിലേറ്റ് ചെയ്യാം, കാര്യം ഇത് നറിഷ്മെൻറ്റ് തരുന്നത് കൊണ്ട്. അപ്പം നമ്മൾക്ക് നമ്മുടെ ഒരു രസമൂലങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്കൊരു വറുത്ത ഒരു ആഹാരം കഴിക്കുമ്പോൾ നമുക്കൊരു വയറ് നിറഞ്ഞൊരു പ്രതീതിയാണ് പലർക്കും, അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് കഴിക്കുന്നത്. പക്ഷേ ഇതിങ്ങനെ സ്ഥിരമായിട്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതല്ലല്ലോ, അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഹോട്ടലുകളിലൊക്കെ ഫുഡ് നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്കുണ്ടാകുന്ന ഒരു പ്രശ്നം. പിന്നെ ഇത് മാത്രമല്ല, നമ്മളിത് ആരോഗ്യമായിട്ട്, നമ്മളിതൊരു വ്യായാമമായിട്ടോ നടത്തയായിട്ടോ ഒക്കെ നമ്മളിത് യൂട്ടിലൈസ് ചെയ്യപ്പെടണം. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കൊച്ചു കുട്ടികൾക്ക് പോലും വ്യായാമം ഇല്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇങ്ങനെ വ്യായാമം ഇല്ലാത്ത അവസ്ഥയിൽ എന്താണ് സംഭവിക്കുക? നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ ലെവൽ കാര്യമായിട്ട് കൂടുകയാണ് ചെയ്യുക. പക്ഷേ ഇതിൽ തേങ്ങയെണ്ണ മാത്രമാണോ ഉത്തരവാദി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അല്ല. നമുക്കറിയാം, ഒരു 80കളിൽ നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാക്കിയിരുന്നത് ആട്ടിയ തേങ്ങയെണ്ണ തന്നെയായിരുന്നു. അപ്പോൾ ഈ ആട്ടിയ തേങ്ങയെണ്ണ കൊണ്ട് ആ സമയത്തൊന്നും ആർക്കും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയ സഫോള, അതുപോലെ തന്നെ ഒരുപാട് പാം ഓയിൽ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മുടെ അടുക്കളയിൽ സ്ഥലം പിടിച്ചു. അപ്പോൾ ഇതിനൊക്കെ ഒരു കാര്യമുണ്ട്, ഇതൊന്നും ചീത്തയാവത്തില്ല, ഇതിനൊക്കെ രുചി കൂടുതലാണ്. ചീത്തയാവത്തില്ല, രുചി കൂടുതലാണ്. പക്ഷേ ഇതൊക്കെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബാഡ് കൊളസ്ട്രോൾ വാല്യൂവിനെ കൂട്ടുകയും ഗുഡ് കൊളസ്ട്രോൾ വാല്യൂവിനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്നും നമ്മുടെ ഈ തേങ്ങ എണ്ണയ്ക്കില്ലെന്ന് ചോദിക്കുകയാണെങ്കിൽ, തേങ്ങ എണ്ണ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡാണ്. അപ്പോൾ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്ന് പറയുമ്പോൾ അത് ഗുഡ് കൊളസ്ട്രോളിനെ കൂട്ടുകയും ബാഡ് കൊളസ്ട്രോളിനെ കുറയ്ക്കുകയാണ് ചെയ്യുക. ഇനി അത് മാത്രമല്ല, അത് ഒരുപാട് കഴിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ഒരു 2 to 3 ടീസ്പൂൺ വരെയൊക്കെ ആരോഗ്യത്തിന് നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് നമുക്ക് നല്ലതാണ്. ഇനി ഈ ഹോട്ടലിലൊക്കെ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ രാവിലെ എന്തെങ്കിലും ഒരു ഫുഡ് ഉണ്ടാക്കുകയാണ്, അവർ ഒരു ലിറ്റർ കണക്കിന്, ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒരു 18 ലിറ്റർ ഇവരെടുത്തു നോക്കട്ടെ. 18 ലിറ്ററിൽ അവരിങ്ങനെ ഒരുപാട് സാധനങ്ങൾ വറക്കുക, കരിക്കുക. നമുക്കിങ്ങനെ ഫുഡ് ബ്ലോഗൊക്കെ കാണാമല്ലോ, യൂട്യൂബിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. രാത്രി ആകുമ്പോഴേക്കും ഇത് കുറഞ്ഞ് എത്ര ലിറ്റർ ആവും? ഒരു 3 ലിറ്റർ ആവും. ഓക്കെ, ഇതിലേക്ക് പിന്നെയും എന്താ ചെയ്യുന്നതെന്നറിയാം, ഇവർ ഈ 3 ലിറ്റർ കളയുന്നതാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഒരിക്കലും ഇല്ല. ഇതിൻ്റെ കൂടെ ബാക്കി നമ്മൾ 15 ലിറ്ററോടെ അടുത്ത ദിവസം ആഡ് ചെയ്യുന്നു, കുക്ക് ചെയ്യുന്നു. അപ്പം ഇങ്ങനെ കുക്ക് ചെയ്തിട്ട് ഇങ്ങനെ കരിച്ചു കഴിഞ്ഞ ആഹാരങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബി.പിയും കുറയാൻ പോകുന്നില്ല, കൊളസ്ട്രോളും കുറയാൻ പോകുന്നില്ല, ക്യാൻസറും കുറയാൻ പോകുന്നില്ല. അപ്പം മനസ്സിലായല്ലോ അല്ലേ എങ്ങനെ ആഹാരത്തിൽ നിന്ന് നമുക്ക് അസുഖങ്ങൾ വരുന്നു എന്നുള്ളത്? ഏറ്റവും കൂടുതലുള്ളത് ആഹാരത്തിൽ നിന്നുള്ള അസുഖം, അതായത് വെളിയിലത്തെ ആഹാരം കഴിച്ചവരാണ്. ഏറ്റവും കൂടുതൽ ഒരു ഡോക്ടറിനെ ചെറുപ്പകാലത്തിലെ കാണുന്നവർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ വെളിയിലെ ആഹാരം കഴിക്കുന്നവർ തന്നെയാണ്. അതിൽ ചെറുപ്പക്കാരുണ്ട്, അതുപോലെ പല ടൈപ്പ് ആളുകളും ഉണ്ട് ഈ പറഞ്ഞുകൊണ്ട്. അപ്പം നിങ്ങളൊക്കെ ഇത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇതൊന്നും ശ്രദ്ധിക്കാതെ നിങ്ങൾ കൊളസ്ട്രോളിലെ മരുന്ന് മാത്രം കഴിച്ച് ഈ വെളിയിലെ ആഹാരം മാത്രം കഴിച്ച് വ്യായാമം ഇല്ലാത്ത ജീവിത രീതിയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ കൊളസ്ട്രോളിൻ്റെ വാല്യൂ കുറയാൻ വേണ്ടി പോകുന്നില്ല. ഇനി നമുക്കറിയേണ്ടത് വേറെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, നമ്മുടെ വനസ്പതി, അതുപോലെ നമ്മുടെ വെജിറ്റബിൾ ഗീ, ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിനൊക്കെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഹൈഡ്രജൻ കോമ്പൗണ്ട് കൂടുതലാണ്. അപ്പോൾ ഇതും എന്ത് ചെയ്യുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗുഡ് കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നു, ബാഡ് കൊളസ്ട്രോളിനെ കൂട്ടുന്നു.
പിന്നെ ഒരു കാര്യമുണ്ട്, എല്ലാവരും ഫോളോ ചെയ്യുന്ന ഒരു ട്രെൻഡാണ് അല്ലേ. ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കുകയാണ്, ആ രാജ്യത്തുള്ളവർ എന്തുകൊണ്ട് ഹെൽത്തി ആയിട്ടിരിക്കുന്നു. ആ രാജ്യത്തുള്ളവർ ഹെൽത്തി ആയിട്ടിരിക്കുന്നെങ്കിൽ അത് അവരുടെ ജീവിത രീതിയും അവർ ഉപയോഗിച്ച് അവർക്ക് ശീലമായിട്ടുള്ള ആഹാരങ്ങളും കൊണ്ടാണ്. ആ ആഹാരം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. കാര്യം നമ്മളെല്ലാവരും ബ്രോട്ടപ്പ് ചെയ്തിരിക്കുന്ന ഒരു ആഹാരം, ഒരു ജീവിത രീതിയുണ്ട്. അത് പ്രത്യേകിച്ചും ഇവിടെ ജോലി ചെയ്തിട്ട് ഗൾഫിൽ പോകുന്നവർ പെട്ടെന്നാണ് രോഗികളായിട്ട് മാറുന്നത്. അവരും പെട്ടെന്ന് ഒരു ഡോക്ടറിനെ ഓടി വന്ന് കാണുന്നത്. കാര്യം എന്താണ്, ഇവിടെ ഫോളോ ചെയ്ത ആഹാരവും ജീവിത രീതിയും അങ്ങോട്ട് പോയി കഴിയുമ്പോൾ തന്നെ ഒരുപാട് പേര് തിരിച്ചു വരുന്നത് കൊളസ്ട്രോള്, ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റിസ്, മുടി കൊഴിച്ചിൽ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടായിരിക്കും ഒരുപാട് പേര് വന്ന് ഡോക്ടറിനെ കാണുക. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുക? നമ്മുടെ ആയുർവേദത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, എന്താണെന്നറിയോ? നമ്മുടെ ഈ രാജ്യത്തിൽ, നമ്മുടെ ഈ ഒരു നാട്ടിൽ നമുക്ക് കിട്ടുന്ന ആഹാരവും ഇവിടെ കിട്ടുന്ന ഒരു സസ്യവും ഇവിടെ കിട്ടുന്ന എണ്ണയും ആണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് ആരോഗ്യത്തെ തരുന്നു. ഇതൊന്നും ശ്രദ്ധിക്കാതെ നമ്മൾ വേറൊരു നാട്ടിൽ, ഇപ്പോൾ പലരും കാണുന്ന ഒരു ട്രെൻഡാണ് ഈ പറഞ്ഞ കൂട്ട്. എവിടെയെങ്കിലും നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കുന്നു, അപ്പോൾ ഏതോ ഒരു ഓയിലിൻ്റെ കുറേ യൂസസ് കണ്ടു, പിന്നെ അത് വരുത്തി നമ്മൾ യൂസ് ചെയ്ത് നോക്കുന്നു. അതുകൊണ്ട് ഒരു കാര്യമില്ല, കുറേ കാലം കഴിയുമ്പോൾ നിങ്ങളുടെ ആരോഗ്യം ക്ഷയിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് കുറേയൊക്കെ നിങ്ങൾക്ക് ഒരു ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു. അതായത് നമ്മുടെ കൊളസ്ട്രോളിൻ്റെ പ്രശ്നങ്ങളും. ഇപ്പോൾ വെളിച്ചെണ്ണ കുറ്റക്കാരനാണോ? നിങ്ങൾ തന്നെ പറയൂ. ഓക്കെ. അതുപോലെ വേറൊന്നുണ്ട്, നമ്മുടെ ഒരു സ്പൂൺ പഞ്ചസാര എന്ന് പറയുമ്പോൾ 14 കിലോ കാലറിയാണുള്ളത്. അതേസമയം ഒരു സ്പൂൺ വെളിച്ചെണ്ണയിലോ ഈ പറഞ്ഞോട്ട് 40 കിലോ കാലറി. അപ്പോൾ നോക്കിയും കണ്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അത് അമൃതിന് തുല്യമായിട്ടുള്ള ഫലം തരുന്നു. മറിച്ച് നമ്മൾ ഒരുപാട് കൂടുതലൊന്നും ഉപയോഗിക്കുന്നത് നല്ലതല്ല. പിന്നെ ഒരു പ്രത്യേക കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ മാർക്കറ്റിൽ കിട്ടുന്ന വെളിച്ചെണ്ണയെ പറ്റി നല്ലതൊന്നും പറയാനില്ല. കാര്യം പണ്ടത്തെ വെളിച്ചെണ്ണ നമ്മളൊന്ന് ബോട്ടിലിലെ ക്യാപ്പ് തുറന്നു വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ അത് കലയ്ക്കും. പക്ഷേ ഇപ്പോഴത്തെ വെളിച്ചെണ്ണ കലയ്ക്കാറില്ല. കാര്യം എന്താണ്? അതിൽ നമ്മൾ പിന്നെയും ആർട്ടിഫിഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ടുണ്ട്. അതാണ് ട്രാൻസ് ഫാറ്റ്. അപ്പോൾ ഈ ട്രാൻസ് ഫാറ്റ് അടങ്ങിയ വെളിച്ചെണ്ണ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊളസ്ട്രോൾ കൂടത്തേ ഉള്ളൂ. ഓക്കെ. അപ്പം വേറൊരു വീഡിയോയിൽ കാണാം.